നമ്മുടെ റിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ചേമ്പറാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്രോസ് സെക്ഷനാണ് ഈ ഒരു റിയൽ വേൾഡിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ പരബ്രഹ്മത്തെ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പേസ്, ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് സ്പേസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ വേൾഡാണ്, നമ്മൾ കാണുന്ന വേൾഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, നമ്മുടെ അറിയാൻ പറ്റുന്ന ഏരിയ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ചേമ്പറാണ്. ആ ഡാർക്ക് ചേമ്പറിലോട്ട് നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലും നമ്മുടെ ബുദ്ധിയിലും ഈ ഒരു വേൾഡ് അത് ക്ലോസ് ആവുകയും അതിൻ്റെ അടുത്ത തലം അത് തുറക്കപ്പെടുകയും ചെയ്യുന്നു. ആ അടുത്ത തലം തുറക്കുന്ന സമയത്ത് ഇതേ വേൾഡ് ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ബുദ്ധി അവിടെ ഉണ്ട്. നമ്മുടെ ബുദ്ധി നശിച്ചു, ഓക്കെ, നമ്മുടെ മരിച്ചുപോയി. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ ബുദ്ധി അവിടെ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ വേൾഡ് എൻഡ് ആവണമെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എല്ലാം നശിച്ചു പോകണം, എങ്കിൽ അത് അങ്ങനെ ആവത്തുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എന്തുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ കാന്തികം മീൻസ് ഭൂമി ഭൂഗുരുത്വാകർഷണം, അത് ഭൂമി വലിക്കുന്നു. നമ്മൾ വസ്തുക്കളെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വലിക്കുന്നു, മുകളിൽ നിന്ന് താഴെ. പക്ഷെ എന്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? അത് ഭൂമിയിലേക്കുള്ള എനർജി ഫ്ലോ ആണ്. എനർജി ഫ്ലോ കൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് എനർജി വരുന്നത് കൊണ്ട് തന്നെ ഭൂമി ആ എനർജി ഭൂമിയിലേക്ക് വരികയും അത് കോൺഷ്യൻസിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. മനസാക്ഷി തലം, ഭൂമിയുടെ മനസാക്ഷി തലത്തിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് എറിഞ്ഞ വസ്തു, ഏത് വസ്തു ആയാലും അത് താഴേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇത് കോൺഷ്യൻസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, ഇതിൻ്റെ കണക്ഷനാണ്. നമ്മുടെ ചൈതന്യത്തിൽ നിന്നും ഒരു ടണൽ, സെൻട്രൽ ടണൽ രണ്ടിലേക്കും പോയിട്ടുണ്ട്. കോൺഷ്യൻസിലേക്കും യൂണിവേഴ്സൽ കോൺഷ്യൻസിലേക്കും അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ട്യൂബ്, ഇത് ജസ്റ്റ് ലൈക്ക് എ ട്യൂബാണ്. ആ ട്യൂബിലെ ഉള്ളിൽ നിന്ന് ഒരു ത്രെഡ് അങ്ങനെ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവഗണത്തിൻ്റെ സഞ്ചാരം വരിക. ഭൂമിയുടെ യഥാർത്ഥ ഷേപ്പ് നമ്മൾ കാണുന്ന ഗോളാകൃതി, നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഗോളാകൃതിയിൽ കാണുന്നു. പക്ഷേ ഭൂമിയുടേത് രണ്ട് കോൺവെക്സ് മിറർ, എതിർ ദിശയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസ്ക് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. ഒരു സൈഡ് നമ്മുടെ കണ്ണുകൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല, പക്ഷെ തേർഡ് ഐ, നമ്മുടെ ആത്മീയതയിൽ ഇത് കാണാൻ പറ്റും. ഒരു സൈഡ് ഡാർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഭൂമിയെ. ഇതിൻ്റെ ഭൂമി സൂര്യനെ ചുറ്റുന്നതും നമ്മുടെ ജീവഗണം നമ്മളെ ചുറ്റുന്ന ആ രീതിയിലായിരിക്കും. ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഭൂമി തിരിയുന്നുണ്ട്. അങ്ങനെയാണ് പകലും രാത്രിയും വരിക. നമ്മുടെ പരബ്രഹ്മത്തിൻ്റെ വീണ്ടും സൂക്ഷ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രൂപമായിരിക്കും. ജസ്റ്റ് ഒരു പേപ്പറിൽ ഹോൾ ഇട്ടതുപോലെയാണ്. ഓപ്പോസിറ്റ് തലത്തിൽ ജീവഗണങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ആ ഒരു സൂര്യൻ്റെ നമ്മുടെ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു വെളിച്ചം നമുക്ക് അനുഭവവേദ്യമാകും. ബാക്കിൽ ഒരു സൂക്ഷ്മലോകമായിരിക്കും. സൂക്ഷ്മലോകം മീൻസ് ആ ബ്ലാക്ക് ഹോൾ തന്നെയാണ്. ഇതിൻ്റെ ജീവഗണത്തിൻ്റെ ഫ്ലോ ആണ്. അത് ടണൽ, ഒരു സെൻട്രൽ ടണൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ബോട്ടത്തിലേക്ക് നമ്മുടെ നട്ടലിൻ്റെ ആ ഭാഗത്തേക്കുള്ള താഴോട്ടുള്ള കണക്ഷൻ, അത് എർത്തിലേക്ക് പോകുന്ന കണക്ഷനുമാണ്. ഇതൊരു ജസ്റ്റ് ഒരു ക്രോസ് പോലെ വരച്ചു കഴിഞ്ഞാൽ അതൊരു ട്യൂബ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു ട്യൂബ് രണ്ടും ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. രണ്ട് ട്യൂബ്, മുകളിൽ നിന്ന് താഴേക്ക് രണ്ട് ട്യൂബ്. അപ്പം ടോട്ടൽ 4 ട്യൂബ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞ ഭൂമിയുടെ ആ ഒരു സ്പ്രിങ് രൂപത്തിലുള്ള റൊട്ടേഷൻ. അത് പരബ്രഹ്മത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആ ഒരു നമ്മളെ പൗർണമി, അമാവാസി, ചന്ദ്രൻ്റെ ആ ഒരു മറവ് വരുന്നത്, ഈ ഒരു ചന്ദ്രൻ്റെ മറവ് ചന്ദ്രൻ്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് അതിൻ്റെ ആ ഭ്രമണപഥത്തിൽ വരുന്ന സമയത്ത്, അത് ഭൂമിയെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്
അത് കയറി പോകുന്നതുകൊണ്ടാണ്. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു തലം എന്ന് തന്നെ പറയാം. ഇത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഭൂമിയിലേക്ക് ചന്ദ്രൻ്റെ ഒരു ഭ്രമണം, നമ്മുടെ ഒരു എനർജി ഫ്ലോ പോലെ വരച്ച് കഴിയുമ്പോൾ ചന്ദ്രൻ ഈ വഴി കയറി ആ സ്പ്രിങ് രൂപത്തിലുള്ള ആ ഒരു സഞ്ചാരപഥത്തിലേക്ക് കയറുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഉള്ളിലായി പോകും. അപ്പോൾ നമുക്ക് അമാവാസ്യ അനുഭവപ്പെടുകയും വീണ്ടും പതുക്കെ ചന്ദ്രൻ വെളിയിലേക്ക് വരുന്ന സമയത്ത് പൗർണിമയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാൻ സാധിക്കും. സണ്ണ്, നമ്മുടെ പരബ്രഹ്മം അല്ലെങ്കിൽ നമ്മുടെ സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസിൽ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഡാർക്ക് ഹോൾ അതിൻ്റെ പുറകിൽ ഡാർക്ക് ഹോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. മെഡിറ്റേഷനിൽ ഞാൻ എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള ദേവീ ദേവന്മാർ, മീനാക്ഷി അമ്മ, ശിവഭഗവാൻ, രണ്ടുപേരും എനിക്ക് മെഡിറ്റേഷനിൽ അനുഭവിക്കാനും അവരെ കൂടെ സംസാരിക്കുവാനും, അമ്മയും അച്ഛനും എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവവേദ്യമാകാനും സാധിച്ചു. ഹനുമാൻ സ്വാമി ഒരു ബ്രദർ, എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗണേശ ഭഗവാനെ കാണാൻ സാധിച്ചു. ഗണേശ ഭഗവാന് വളരെ സന്തോഷവാനായിരുന്നു. എന്നെ കാണുമ്പോൾ, എപ്പോഴും കാണുന്ന സമയത്ത്, ഞാൻ മെഡിറ്റേഷനിൽ കാണുന്ന സമയത്ത് ഒരുപാട് എനിക്ക് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബദേവത അമ്മ ആദിപരാശക്തി, അമ്മയുടെ ഈ രൂപം ഞാൻ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് അമ്മ മെഡിറ്റേഷനിൽ പറയുകയുണ്ടായി, ഈ രൂപത്തിൽ കാണുവാനാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അമ്മ പറയുകയുണ്ടായി. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മെഡിറ്റേഷനിൽ ഞാൻ കാണുന്നുണ്ട്. വരയ്ക്കുന്ന സമയത്ത് ആ രൂപത്തിലായി വരികയാണ്. അപ്പോൾ എൻ്റെ ആസ്ട്രൽ ബോഡി, അതിൻ്റെ ഒരു ആസ്ട്രൽ ബോഡിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ രൂപങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, വരയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അമ്മ ഭൂമിദേവിയെ കാണുന്ന സമയത്ത് അമ്മ ആദ്യം വിഷമത്തിലായിരുന്നു. പിന്നെ അമ്മ പ്രസന്നവദനയായി. അമ്മയ്ക്കുള്ള വിഷമം ഭൂമിയിൽ നടക്കുന്ന കുറെ അധർമ്മങ്ങൾ കൊണ്ടാണ് അമ്മ വളരെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടത്. പിന്നെ അമ്മ പുഞ്ചിരിക്കുന്നത് കണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗുരുക്കന്മാര് നമ്മുടെ ദേവതകളുടെ രൂപങ്ങൾ വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ വഴി ആസ്ട്രൽ ബോഡി ആ അനുഭവം ലഭിച്ചത് നമുക്ക് പകർന്നു തന്നതാണ്. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ പ്രോപ്പർ മെഡിറ്റേഷൻ വഴി നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് എൻ്റെ അനുഭവമാണ്. എനിക്ക് എൻ്റെ ആസ്ട്രൽ ബോഡിയിൽ എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പഠിച്ചിരിക്കുന്നത്.